ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള കള്ളപ്പം ഉണ്ടാക്കാം. ഇത് കള്ളപ്പം എന്ന് പറഞ്ഞാൽ കള്ളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ ട്രഡീഷണലായിട്ട് അരി പൊടിച്ച് ഉണ്ടാക്കുന്ന കള്ളപ്പമല്ല, നമുക്ക് അരി കുതിർത്തിട്ട് അരച്ചിട്ടുണ്ടാക്കുന്ന വെള്ളപ്പമാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് എനിക്കറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാവേ. ഒരു 4 മണിക്കൂർ നേരം കുതിർത്ത ഒരു 1.5 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചോറ് വേണം, ഒരു മുറിയോളം തേങ്ങ വേണം, കുറച്ച് നല്ല ജീരകം വേണം, ചെറിയ ജീരകം, കുറച്ച് ചുമന്നുള്ളി. ഇത്രയും മതി കേട്ടോ. നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന അരിയുടെ കൃത്യം പകുതി നമ്മുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങൾ ചോറിൻ്റെയും തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ചുവന്നുള്ളിയുടെയൊക്കെ പകുതി വീതം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഇച്ചിരി മഴക്കാലമല്ലേ ഉണ്ട്, അത് വന്ന് പൊന്തി വരാൻ താമസം ഉണ്ടെങ്കിൽ ഒരു ശകലം ഈസ്റ്റും കൂടെ ചേർത്തിട്ട് അതിനകത്ത് കണക്കിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ തന്നെ നമുക്ക് രണ്ടാമത്തെ കൂട്ടും അരച്ചിട്ട് ചേർത്ത് വെക്കാം. നമ്മൾ അരി അരയ്ക്കുമ്പോഴേ ഒട്ടും വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ചുട്ടെടുക്കുന്ന അപ്പം കല്ലിൽ ഒഴിക്കുമ്പോൾ നിരന്നു പോവും, പൊന്തിയാലും. ഇത് നല്ല കറക്റ്റായിരിക്കണം. ഞാൻ എടുത്തുകൊണ്ട് വന്ന പാത്രം ഇച്ചിരി ചെറുതായിപ്പോയതുകൊണ്ട് നമുക്ക് പാത്രം ഒന്ന് മാറ്റാം. രണ്ടാമതും കൂടി ഒഴിച്ചപ്പോൾ എന്നിട്ടൊന്ന് മിക്സാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിനുള്ള കല്ലുപ്പും അതിൻ്റെ പുറമേ കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നേരം വെളുക്കുമ്പോഴത്തേനും അത് പൊന്തിയിട്ട് പഞ്ചസാര ഇതുമൊക്കെ അലുത്തിട്ട് ആ മാവിലേക്ക് ചേർന്നിട്ടുണ്ടാവും. പിന്നെ കറക്റ്റായിട്ട് നമുക്കത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ചില അരിക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് അരച്ചാൽ അതൊന്ന് പൊന്താനൊരു ചെറിയൊരു താമസം. ഇത് ഞാനിപ്പോൾ രാത്രി ഒരു 10 മണിയായപ്പോൾ അരച്ച് വെച്ചത്. ഇപ്പം നേരം 4:30 ആയിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ നല്ലപോലെ പൊന്തി നല്ല കണക്കിനായിട്ടിരിപ്പുണ്ട്. ആ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു, ഒട്ടും കൂട്ടേണ്ട വന്നിട്ടില്ല. നമുക്കത് ചുട്ടെടുക്കാം. ഞാൻ ഇരുമ്പിൻ്റെ കല്ലേൽ അടുപ്പത്ത് വിറകടുപ്പിലാകട്ടെ ഉണ്ടാക്കി. എനിക്കിതൊക്കെ വിറകേ വെക്കുന്നത് കൂടുതലിഷ്ടം. ഗ്യാസേ വെച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള നല്ല അപ്പം കിട്ടില്ല, അതിന് കട്ടിയൊക്കെ കുറവായിരിക്കും. ഫസ്റ്റിൽ 1-2 ചുട്ട് കഴിയുമ്പോൾ നല്ല, പിന്നെ ആകുമ്പോൾ ആ ഗുണമൊന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ അരച്ചുണ്ടാക്കിയ അപ്പം ആണെങ്കിലും പൊടിച്ചിട്ട് ഉണ്ടാക്കിയ അപ്പം പോലെ തന്നെ നല്ല രുചിയുള്ള, നല്ല കട്ടിയുണ്ട്, നല്ല മയവും ഉണ്ട്, നല്ല അടിപൊളി അപ്പമായിരുന്നു. എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അരി പൊടിച്ചുണ്ടാക്കുന്ന കള്ളപ്പം പോലെ ഇത് കുറേ ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് സൂക്ഷിക്കാനും പിന്നീട് ആവി കയറ്റി കഴിക്കുമ്പോഴൊന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിന് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോളയും 2 പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചെറുപയറൊന്നും എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ നമ്മൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പം ആ കറി നല്ലതായിട്ട് കഴിക്കാൻ സാധിക്കും. ഞാൻ ശരിക്കും തുടങ്ങിയത് ചുടാൻ ഗ്യാസിലായിരുന്നു കേട്ടോ. അത് ചുട്ടപ്പോൾ എനിക്ക് അത്ര തൃപ്തിയായില്ല. അതുകൊണ്ടാണ് ഞാനത് അടുപ്പത്തേക്ക് വെച്ചത്. നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കുറച്ച് കരിയാപ്പിലയൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുകും കരിയാപ്പിലയും വറ്റൽമുളകും മാത്രം മുറിച്ചിട്ടിട്ട് നന്നായിട്ട് കടുക് വറുത്തതിനകത്തേക്ക് ആ കറി ഞാൻ ചേർത്ത് കൊടുത്തു. ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെയും പിന്നെ പുട്ടിനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ ലൂസായിട്ടുള്ള കറിയല്ലേ വെച്ചേക്കുന്നത്, അപ്പത്തിനൊക്കെ നല്ലതാണ്. അതിൻ്റെ കൂടെ ഒരു തുള്ള് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തു. ചെറുപയറിൻ്റെ മാത്രമുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടും. അങ്ങനെ നമ്മുടെ ചെറുപയർ കറിയും കള്ളപ്പവും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബൈ.